Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയറും നേന്ത്രപ്പഴമൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു നല്ല നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയർ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുത്തതെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറുപയർ 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തതാണ്. അപ്പോൾ വെള്ളമൊന്നുമില്ലാതെ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്. അപ്പോൾ എത്രയാണ് നമ്മൾ ചെറുപയർ എടുത്തത് അതിൻ്റെ പകുതിയാണ് കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരമായിട്ട് നമ്മൾ ഈ ഒരു ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ച അതേ സമയത്ത് ഒരു 1/4 കപ്പിന് മുകളിലായിട്ട് പച്ചരി കുതിർത്ത് വെച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. അരിപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴത്തിന് പകരം റോബസ്റ്റ പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു മധുരപലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു പഞ്ചസാര കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളൊരു 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു മീഡിയം മധുരം മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 30 സെക്കൻഡ് ഒന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇത് ഇപ്പോൾ ഉള്ളത്. ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് ടൈറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ടൈറ്റിലാണ് നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ. അത് കണ്ടോ, വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന പോലെയൊക്കെ നല്ല ശക്തി തന്നെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ കോരി കോരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് തീ നല്ല കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നന്നായിട്ട് ഉൾഭാഗത്ത് നല്ല വെന്ത് വന്നാൽ മാത്രമേ ഇത് നമുക്ക് ചെറുപയറാണെന്ന് മനസ്സിലാവാതിരിക്കുള്ളൂ. വേവ് കുറവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെറുപയറാണെന്ന് മനസ്സിലാവും. ആ ഒരു ടേസ്റ്റ് അതിനുണ്ടാവും. അപ്പോൾ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വേവുന്ന അത്രയും സമയം ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ കുറച്ചധികം സമയം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നതിന് മുമ്പായിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ നമുക്ക് എണ്ണയൊന്നും ഒട്ടും പിടിക്കാതെ തന്നെ ഈ ഒരു പലഹാരം എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെറുപയറൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്